ഇത് തങ്ങൾപ്പാറ. ദൈവികതയും സാഹസികതയും ശാന്തതയും ഒരുമിച്ച് നിലനിൽക്കുന്ന ഒരു സ്ഥലം. ഇടുക്കി ജില്ലയിലെ കോലാഹലമേട്ടിലെ വാഗമൺ പട്ടണത്തിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാണ സ്ഥലവും വിനോദസഞ്ചാര പ്രാധാന്യമുള്ള സ്ഥലവുമായ തങ്ങൾപ്പാറ പ്രധാനമായും ഒരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണിത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഒരു സൂഫി സന്യാസിയായ ഹസ്രത്ത് ഷെയ്ഖ് ഫരീദുദ്ദീൻ ബാബ ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെത്തി. ഈ പാറ അദ്ദേഹത്തിൻ്റെ ദർഗ അല്ലെങ്കിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം എന്നാണ് കരുതപ്പെടുന്നത്. 2500 മീറ്റർ ഉയരത്തിലാണ് ഈ അതുല്യമായ ശിലാരൂപം സ്ഥിതി ചെയ്യുന്നത്. വിശുദ്ധൻ്റെ മരണശേഷം ഗോളാകൃതി ക്രമേണ രൂപപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്നു. ഒരു കാലത്ത് ചെറുതായിരുന്ന ഈ പാറയിലാണ് സൂഫി സന്യാസി തൻ്റെ വെറ്റില പൊട്ടിച്ചു എന്നാണ് വിശ്വാസം. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പാറകളുടെ വിള്ളലുകൾക്കിടയിലുള്ള ജലസ്രോതസ് വേനൽക്കാലത്ത് പോലും വറ്റുന്നതായി തോന്നുന്നില്ല. തീർത്ഥാടകർക്ക് ഒരു ചെറിയ പ്രാർത്ഥനാ കേന്ദ്രമുണ്ട്. അവിടെ വിനോദസഞ്ചാരികൾക്കും പ്രവേശിക്കാൻ അനുവാദമുണ്ട്. ജീപ്പിൽ എത്തിച്ചേരാവുന്ന ഈ സ്ഥലം ഒരു ട്രെക്കിംഗ് യാത്രക്കാരുടെ പർദീസ കൂടിയാണ്. അവിടെ നിങ്ങൾക്ക് ചെളിയും പാറയും നിറഞ്ഞ റോഡുകളിലൂടെ സഞ്ചരിക്കാം. തങ്ങൾപ്പാറയിലെ മറ്റൊരു പ്രധാന ആകർഷണം ഏപ്രിൽ നടക്കുന്ന വാർഷിക ഉറൂസ് ആണ്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഇവിടെ നിന്ന് സഞ്ചാരികൾക്ക് കുരിശുമുടി കൊടുമുടിയെയും മുരുകൻ കുന്നിൻ്റെയും മനോഹരമായ കാഴ്ച കാണാൻ കഴിയും. തങ്ങൾപ്പാറയ്ക്ക് സമീപം ഒരു പുരാതന ഗുഹയുമുണ്ട്. ചുരുക്കത്തിൽ തങ്ങൾപ്പാറ ഒരു മതപരമായ സ്ഥലം മാത്രമല്ല, വിശ്രമിക്കാനും ട്രെക്കിംഗ് സാഹസികതയിൽ ഏർപ്പെടാനും അനുയോജ്യമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഈ ഒരു കുന്നിൻ മുകളിലെ ഈ പാറയാണ് ഇവിടുത്തെ അത്ഭുതം എന്ന് പറയുന്നത്. ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് ഹസ്രത്ത് ഷെയ്ഖ് ഫരീദുദ്ദീൻ ബാബ എന്ന സൂഫി സന്യാസി 40 അനുയായികളോടൊപ്പം എത്തിയ ആ കുന്നാണിത്. അദ്ദേഹം ഇവിടെ തന്നെ തുടർന്നു. ദർഗയ്ക്ക് സമീപം കാണുന്ന ഈ വലിയ പാറ അദ്ദേഹം തൻ്റെ പാൻ അരയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന പാറയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഏപ്രിലിൽ ഇവിടെ നടക്കുന്ന ഉറൂസിൽ ഗഞ്ച് സക്കർ എന്ന പ്രത്യേക മധുരപലഹാരം ഉണ്ടാക്കി എല്ലാവർക്കും സമർപ്പിക്കുന്നു. ഈ പ്രത്യേക ദിനത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഈ കുന്നിൻ മുകളിലെത്തുന്നത്. തണുപ്പുകാലത്ത് വിനോദസഞ്ചാരികളുടെ പ്രധാന താവളമാണ് വാഗമൺ. ഇടുക്കി, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഹിൽ സ്റ്റേഷനായ ഇവിടെ പൊതുവെ വളരെ തണുപ്പുള്ള കാലാവസ്ഥയാണ്. 10 മുതൽ 23 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില. വാഗമണ്ണിലേക്കെത്തുന്ന സഞ്ചാരികൾക്ക് ഒഴിവാക്കാനാകാത്ത ഒരിടം തന്നെയാണ് കോലാഹലമേട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ തങ്ങൾപ്പാറ. വാഗമണ്ണിൻ്റെ പ്രകൃതി ഭംഗിയിൽ സ്ഥിതി ചെയ്യുന്ന തങ്ങൾപ്പാറ ആത്മീയത, പ്രകൃതി സൗന്ദര്യം, സാഹസികത എന്നിവ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു ശ്രദ്ധേയമായ സ്ഥലമാണ്. ഇടുക്കി ജില്ലയിലെ കോലാഹലമേട്ടിൽ വാഗമൺ പട്ടണത്തിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം പ്രാഥമികമായി ഒരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇത് പ്രദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദർശകരെ ആകർഷിക്കുന്നുമുണ്ട്. തങ്ങൾപ്പാറയുടെ ആകർഷണം അതിൻ്റെ മതപരമായ പ്രാധാന്യത്തിൽ മാത്രമല്ല, അതിനെ ചുറ്റിപ്പറ്റിയുള്ള അതിശയിപ്പിക്കുന്ന പ്രകൃതി ദൃശ്യങ്ങളിലും ആവേശകരമായ ട്രക്കിംഗ് അവസരങ്ങളിലും ഇവിടുത്തെ ഓരോ ഐതിഹ്യങ്ങളനുസരിച്ചുമൊക്കെയാണ്. മതപരമായ പ്രാധാന്യത്തിനപ്പുറം സമീപത്തുള്ള ഒരു പുരാതന ഗുഹ സന്ദർശിക്കാനുള്ള അവസരവും തങ്ങൾപ്പാറയിൽ ലഭ്യമാണ്. സാഹസികത ആഗ്രഹിക്കുന്നവർക്കും പ്രകൃതി സ്നേഹികൾക്കും ശാന്തത ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം ഇതൊരു സ്വർഗം തന്നെയാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ തീർച്ചയായും ഇവിടെ എത്തുക. ഇവിടുത്തെ ഈ അന്തരീക്ഷവും കുളിർമയും എല്ലാം ആസ്വദിക്കുക. ആസ്വദിച്ച് തന്നെ അറിയാൻ സാധിക്കും.